ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച നറുക്കെടുപ്പ് പൂർത്തിയാക്കാനായില്ല. നടപടികളിൽ ക്രമക്കേടെന്ന ആരോപണവുമായി ഭൂസമര സമിതി നേതാക്കൾ ഇടപെട്ടതോടെയാണ് പാതി വഴിയിൽ നടപടികൾ അധികൃതർ അവസാനിപ്പിച്ചത്. ഇവര് പറഞ്ഞു ഒറ്റ തുണ്ട് ഭൂമി ഇവര് വീണ്ടും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭൂമി മാത്രമാണ് ഇവരിപ്പോ പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടിക്കാർക്ക് മാത്രം ഇവിടെ വിതരണം ചെയ്യാൻ ഇവർ ഒരുങ്ങുന്നത്. ഇത്രയും നേരം ഞാൻ കണ്ടില്ല. ഇത്രയും നേരം ഒരേപോലെ പോയി. അതിന് ശേഷം ഒരേ ഭാഗത്തെ 60 കുടുംബങ്ങളെയാണ് ഒരു പ്ലോട്ടിക്ക് ഒരു സ്ഥലത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒരേ ഭാഗത്തെ ബാക്കി വരുന്ന കുടുംബങ്ങളെ ഇവരൊക്കെ പാടിനകത്ത് വരുന്ന അജണ്ടയാണ് ഇവർ പറയുന്നത്. കമ്മിറ്റി ഒരു കുട്ടികളെ പണിയായിരുന്നു വിശ്വസിക്കരുത്. എല്ലാരും ആദിവാസികളോട് ഞാൻ പറയാ, ഇത് വിശ്വസിക്കരുത്. ഇനി ഇവിടെ നമ്മളെ വനം വകുപ്പ് കണ്ടെത്തിയ ഭൂമി, നമുക്ക് പാസ്സായ ഭൂമി ഏക്കർ കണക്കിനുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു സെന്റ് ഭൂമി കണ്ടെത്തിയിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമരം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സർക്കാരെ കയ്യിൽ തന്നെ കിടക്കും. ഒറ്റ കുട്ടികൾക്ക് മൂന്നാം ഘട്ടം ഭൂമി കിട്ടൂല. ഞാൻ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഭൂമി ഇപ്പൊ വിതരണം ചെയ്യുന്നത്. അതെല്ലാരും മനസ്സിലാക്കിക്കോളി. രണ്ടാം ഘട്ടം ഫോറസ്റ്റിന്റെ കയ്യിൽ നിന്ന് വരും ഒരു സെന്റ് ഭൂമി റവന്യൂ അളന്നിക്കണോ ചോദിച്ചു നോക്കി. അളന്നിട്ടില്ല, കിട്ടൂല. നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ചാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് റിഫോംസ് ഡെപ്യൂട്ടി കളക്ടർ VT ഖോളിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നത്. ഉത്തരവിൽ ഇല്ലാത്ത പ്രദേശവും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയെന്നും ആകെ 144 പ്ലോട്ടുകൾ നൽകുന്നതിനായി 417 അപേക്ഷകരെയും വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചെന്നും ആരോപിച്ചാണ് ആദിവാസി ഭൂസമര സമിതി നേതാവ് ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നടപടികൾ തടഞ്ഞത്. തങ്ങൾ സമരം ചെയ്ത ശേഷം മാത്രമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമികൾ വിതരണം ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായതെന്നും മുഴുവൻ പേർക്കും ഭൂമി നൽകുവാൻ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. മാത്രവുമല്ല, ഒരു വാർഡിലെ 60ഓളം പേർക്ക് മാത്രം നറുക്കെടുപ്പിലൂടെ ഭൂമി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് ക്രമക്കേടാണെന്നും ഇവർ ആരോപിച്ചു. ഇതോടെ അധികൃതർ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നറുക്കെടുപ്പ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് മടങ്ങുകയായിരുന്നു. രണ്ടാം ഘട്ട നിക്ഷിപ്ത വനഭൂമി വിതരണത്തിനായി 417 അപേക്ഷകരുടെ ഗുണഭോക്തൃ ലിസ്റ്റാണ് തയ്യാറാക്കിയിരുന്നത്. അകമ്പാടം വില്ലേജിലെ കണ്ണൻകുണ്ട് ബീറ്റിലും കുറുമ്പലങ്കോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ കൊടീരി ബീറ്റിലും 50 സെന്റ് വീതവുമാണ് വിതരണം ചെയ്യുന്നത്. LR ഡെപ്യൂട്ടി കളക്ടർ VT ഖോൾ, ITDP ഓഫീസർ സിന്ധു, തഹസിൽദാർ MP സിന്ധു, ഭൂരേഖ തഹസിൽദാർ V വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചിരുന്നത്. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട നിലമ്പൂർ CI BS ബിനു, പൂക്കോട്ടുപാടം CI രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. SS Gold, Pure Gold. SS Group, Nilambur.